شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുദ്ദസിർ പഠിക്കാൻ ഒരുങ്ങുകയാണ്. പുതിയൊരു സൂറയാണ്. പരിശുദ്ധ ഖുർആനിലെ 74-ാമത്തെ സൂറയാണിത്. സൂറത്തുൽ മുദ്ദസിർ. അടിസ്ഥാനപരമായ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇത് മക്കിയയായ സൂറയാണ്, അതായത് ഹിജറയുടെ മുമ്പ് അവതരിച്ച സൂറയാണ്. മുസ്ഹഫിലെ ക്രമപ്രകാരം 74-ാമത്തെ സൂറയാണ്. 29-ാമത്തെ ജുസ്ഇലാണ് ഇതുള്ളത്. ഇത് ഇറങ്ങിയതിൻ്റെ തെർത്തീബുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ഒന്ന്, സൂറത്തുൽ അലഖിന് ശേഷമാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇറക്കത്തിൽ, അവതരണത്തിൻ്റെ ക്രമത്തിൽ ഇത് രണ്ടാമത്തെ സൂറയായി പരിഗണിക്കപ്പെടുന്നു. അതേസമയം മറ്റൊരഭിപ്രായമുള്ളത്, സൂറത്തുൽ മുസമ്മിലിന് ശേഷമാണ് ഈ സൂറ അവതരിച്ചത്. അങ്ങനെയാകുമ്പോൾ അവതരണക്രമത്തിൽ ഇത് 4-ാമത്തേതും ആകും. ഏതായാലും സൂറത്തുൽ അലഖിന് ശേഷമാണ് അവതരിച്ചത് എന്നതാണ് ബഹുഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ അവതരണക്രമത്തിൽ 2-ാമത്തെ സൂറയാണിത്. എന്തൊക്കെയാണ് സൂറത്തിൻ്റെ കണ്ടന്റ്, അതിൻ്റെ പ്രമേയങ്ങൾ, ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണ്? നിരവധി വിഷയങ്ങൾ അല്ലാഹു തആല ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ തൗഹീദ് സ്ഥാപിക്കുകയാണ്. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ, ഏകദൈവ വിശ്വാസം കൃത്യമായി സ്ഥാപിക്കുന്ന ഒരു സൂറത്താണ്. അതുപോലെ തന്നെ ബിംബാരാധകരെ കുറിച്ച് കുറച്ച് വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മനുഷ്യൻ, അല്ലെങ്കിൽ മുഅ്മിനായ ഒരു മനുഷ്യൻ എപ്പോഴും ശുദ്ധിയായിരിക്കണമെന്നും എല്ലാത്തരം ശുദ്ധിയും, ശാരീരികമായും മാനസികമായും ഒക്കെ ശുദ്ധിയുള്ള ആളായിരിക്കണം, അത്തരം മ്ലേച്ഛതകളിൽ നിന്നൊക്കെ മുക്തനായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, നന്നായി ക്ഷമിക്കണമെന്നും സഹിക്കണമെന്നും സ്വതക്കകൾ വർദ്ധിപ്പിക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നു. വേറെ ഒരു വിഷയം, ഖിയാമത്ത് നാളിനെക്കുറിച്ചും അതിലുള്ള ഭീകരതകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം മുശ്രിക്കീങ്ങളെ, ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു, നരകത്തിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ വലീദ് ഇബ്നുൽ മുഗീറയെക്കുറിച്ചുള്ള ചരിത്രത്തിലേക്ക് ഒരു എത്തുനോട്ടം ഈ സൂറത്ത് നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പറയാം. ഈ സൂറയുടെ ഇതില് ബഹുഭൂരിഭാഗവും അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ ഇയാളെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ വലീദ് ഇബ്നുൽ മുഗീറയെ സംബന്ധിച്ചാണ് എന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, ഈ പറഞ്ഞപ്പെട്ട വലീദുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക പരാമർശങ്ങൾ ഈ ആയത്തിൽ അല്ലാഹു തആല നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദമായി പഠിക്കാം. അതുപോലെ തന്നെ ചില പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച്, ആ സത്യങ്ങളെ പിടിച്ച് അല്ലാഹു തആല സത്യം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ മഹത്തായ ശക്തിയെ സ്ഥാപിക്കാൻ വേണ്ടി. പിന്നെ മുശ്രിക്കീങ്ങൾ എന്താണ് ഇങ്ങനെ അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുകയും ഈമാനിലേക്ക് വരാതെ വഴിമാറി നടക്കുകയും ചെയ്യുന്നത് എന്നതിന് ചില കാരണങ്ങളും പറയുന്നു. ഇത്രയുമാണ് ഈ സൂറയുടെ കണ്ടന്റ്. ഈ സൂറയിൽ 56 ആയത്തുകളാണ് ഉള്ളത്. 255 പദങ്ങളുണ്ട്, 1010 അക്ഷരങ്ങളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒന്നാമതായി അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത് സൂറത്തുൽ അലഖിലെ ആദ്യം മുതൽ ചില വാക്യങ്ങളായിരുന്നു എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം ഇമാമുകളും അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്.
ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ഏതാനും ചില ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിക്കപ്പെട്ടത്. ഇതിനു ശേഷം ഈ ഒരു ആദ്യ അവതരണത്തിനു ശേഷം കുറച്ചു കാലത്തേക്ക് വഹയി ലഭിക്കാതായി. അങ്ങനെ വഹി വരാതിരുന്നപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യസനത്തിലായി. അതിനുശേഷം ആദ്യമായി അവതരിച്ച സൂറത്ത് ഇതാണ്. അതായത് കുറച്ചു കാലം വഹി വരാതിരുന്നു, അപ്പോൾ തങ്ങൾ വലിയ സങ്കടത്തിലായി. അങ്ങനെ ആ സങ്കടത്തിലായിരിക്കുന്ന സമയത്ത് ആ കുറച്ചു കാലങ്ങൾക്ക് ശേഷം പിന്നെ അവതരിച്ചത് സൂറത്തുൽ മുദ്ദസിറാണ് എന്ന് ഹദീസുകളിൽ കാണാം. ഈ ആയത്തിൻ്റെ അവതരണവുമായി സംബന്ധിച്ച നിരവധി രംഗങ്ങൾ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ വേദനിച്ച്, എങ്ങനെ വിഷമിച്ച്, ഇങ്ങനെ ഈ വഹി വരാത്ത സങ്കടപ്പെട്ട് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ അല്ലേ എന്താണ് പറയുക, എന്തായിരുന്നു അവസ്ഥ എന്നും എങ്ങനെയാണ് ഈ സൂറത്തിൻ്റെ അവതരണം ഉണ്ടായത് എന്നുമൊക്കെ ജാബിർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇങ്ങനെ കാണാം. ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു. ബൈന അന അംഷി സമിഅതു സൗതൻ മിനസ് സമാഇ, ഞാൻ നടന്നുകൊണ്ടിരിക്കെ ആകാശത്ത് നിന്നൊരു സൗണ്ട് കേട്ടു. ഫറഫഅതു റഅസി, ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കി, ഞാൻ കണ്ണുയർത്തി നോക്കി. അപ്പോഴതാ ഫഇദൽ മലക്കുല്ലദീ ജാഅനി ബിഹിറാ, ഹിറാ ഗുഹയിൽ എൻ്റെ അടുത്ത് വന്ന മലക്കഥ ജാലിസുൻ അലാ കുർസിയിൻ ബൈന സമാഇ വൽ അർദ്, ഹിറായിൽ വെച്ച് എൻ്റെ അടുത്ത് വന്ന ആ മലക്ക് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു പീഠമിട്ട് അതിന്മേലിരിക്കുന്നു. ഞാനതാ കണ്ടത്. കുറേ കാലമായിട്ട് ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഇപ്പം ഞാൻ ഈ ശബ്ദം കേട്ട് നോക്കിയപ്പോഴോ അന്ന് എൻ്റെ അടുത്ത് വന്ന അതേ ആ മലക്കഥ ആകാശത്തിൻ്റെയും ഭൂമിക്കുമിടയിൽ ഒരു പീഠമിട്ട് അതിന്മേൽ ഇരിക്കുന്നു. ഞാനത് കണ്ടിട്ടാകെ പേടിച്ച് വിറച്ച് നിരത്തേക്ക് വീണു പോകാറായി. ഞാനതാകെ കണ്ടിട്ട് പേടിച്ചു, ഞാൻ വിറച്ചുപോയി. ഫജുസിസ്തു മിൻഹു ഫറഖൻ, ഞാനാകെ പേടിച്ചിട്ട് വീണു പോകാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് എന്താണ് ഖദീജ ബിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് എന്നെ വസ്ത്രം ഇട്ട് മൂടിത്തരുവീൻ, പുതച്ചു തരുവീൻ എന്ന് പറഞ്ഞു തന്നത്. അങ്ങനെ എനിക്ക് ഖദീജ ബി റളിയല്ലാഹു അൻഹ പുതച്ചു തരികയും ചെയ്തു. ഇതിങ്ങനെ കണ്ടിട്ട് പേടിയായിട്ടേ ഖദീജ ബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ദസ്സിറൂനി, എനിക്ക് പുതപ്പിട്ട് മൂടിത്തരൂ, വസ്ത്രമിട്ട് മൂടിത്തരൂ. ഫദസ്സറൂനി, അപ്പോൾ അവർ എനിക്ക് പുതപ്പ് മൂടി തന്നു. വസബ്ബു അലയ്യ മാഅൻ, എനിക്ക് വെള്ളമൊഴിച്ചു തരികയും ചെയ്തു, എൻ്റെ മേൽ വെള്ളമൊഴിച്ചു തരികയും ചെയ്തു. ഈ സമയത്താണ് അല്ലാഹു തആല ഈ ആയത്ത് എനിക്ക് അവതരിച്ചത്. അങ്ങനെ ഞാനങ്ങനെ വെള്ളമൊഴിച്ച് അങ്ങനെ കിടക്കണ ആ സമയത്താണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് അല്ലാഹു തആല സ്നേഹത്തോടെയുള്ളൊരു വിളി വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എഴുന്നേൽക്കാനും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങാനും പറയുന്നത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ. ഈ സമയത്താണ് ഈ സൂറ അവതരിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. യാ അയ്യുഹൽ മുദ്ദസ്സിർ മുതൽ ഫഹ്ജുർ വരെയുള്ള ആ വാക്യങ്ങൾ ഈ സമയത്താണ് അവതരിച്ചത്. പിന്നെ അതിനുശേഷം വഹി അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. കുറച്ചു കാലം വരാതിരുന്നു. പിന്നെ സൂറത്തുൽ മുദ്ദസ്സിർ അവതരിച്ചു. ഈ ഫഹ്ജുർ വരെയുള്ള ഭാഗങ്ങൾ പിന്നെ അങ്ങനെ എന്തായി വഹി തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഹിറാ ഗുഹയിൽ വെച്ചാണ് ആദ്യമായി ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ലഭിച്ചത്. അപ്പോൾ വഹി കൊണ്ടുവന്നിരുന്ന മലക്കാരായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ തന്നെയാണ് ഈ ആകാശഭൂമികൾക്കിടയിൽ പീഠമിട്ടിരിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. കാലങ്ങളായി കാണാൻ കൊതിച്ചു നിൽക്കുകയായിരുന്നു. കാരണം അന്ന് കണ്ടതല്ലേ, അന്ന് കണ്ടിട്ട് അതുവരെ വഹി വരാതിരുന്നപ്പോൾ ആ ഒരു വിഷമം തങ്ങളുടെ മനസ്സിലുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ ആകാശത്തിൻ്റെയും പിന്നെ ഭൂമിയുടെ ഇടയിൽ ഇങ്ങനെ കസാലിനെ ഇങ്ങനെ ഇട്ടിരുന്നിട്ട് ആ ശരിക്കുള്ള രൂപത്തിൽ ഇങ്ങനെ കണ്ടപ്പോഴേ ആകെ ബേജാറായതാണ്. കാണണമെന്ന് ആഗ്രഹമുണ്ട്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ പേടിച്ചു പോയതാണ്. മാത്രമല്ല അന്ന് ഹിറാ ഗുഹയിൽ വെച്ച് കണ്ട സമയത്ത് ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നു, ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നു അല്ലേ? ആ രംഗം നമുക്കറിയാം. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചു. അത് പിന്നെ പലതും പണ്ഡിതന്മാരൊക്കെ അതിൽ പറയുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ജിബ്രീലിനും തന്നെ അലൈഹിസ്സലാം വലിയ മോഹമായിരുന്നു. കണ്ടു കിട്ടിയ ആ സമയത്ത് ഒന്നങ്ങോട്ട് അണച്ചുകൂട്ടി പിടിച്ചതാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് സ്വാഭാവികമല്ലേ, ഒരുപാട് കാലമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കാണാൻ കാത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങനത്തെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കുറേ കാലത്തിന് ശേഷം കാണണമെന്ന് വിചാരിക്കുന്ന ആളുകൾ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുക, കെട്ടിപ്പിടിക്കുകയോ ചെയ്യുക നമ്മൾ എന്നതുപോലെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ആ ഒരു സ്നേഹം ആദ്യത്തെ തവണ കണ്ടപ്പോൾ കാണിച്ചു. പക്ഷെ അത് കുറച്ച് പിന്നെ നന്നായി ചേർത്ത് പിടിക്കലായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിനങ്ങോട്ട് ജിബ്രീലിൻ്റെ അടുത്തേക്ക് വലിച്ച് അങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ് ആ സമയത്ത് ചെയ്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
കാണാൻ ആഗ്രഹിച്ച ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടപ്പോൾ ആ ഒരു സ്നേഹപ്രകടനം നടത്തിയതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലുണ്ട്. കാണണമെന്ന ആഗ്രഹവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ആ സമയത്താണ് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ മേലെ ഈ ശബ്ദം കേട്ടപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോൾ പിന്നെന്താണ് പറയുക, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതും പെട്ടെന്നാണ് ആ ഓർമ്മ വന്നത്. അന്ന് ആ ഗുഹയിൽ വെച്ച് വല്ലാത്തൊരു അണച്ചുകൂട്ടൽ നടത്തിയില്ലേ, ചേർത്ത് പിടിച്ചില്ലേ, അത് പെട്ടെന്ന് ഓർമ്മ വരികയും ജിബ്രീലിൻ്റെ ശരിക്കുള്ള രൂപങ്ങൾ കാണുകയും എന്താണ് പറയുക കണ്ടപ്പോൾ ആ ഒരു ആ ഒരു പേടി ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായി. മാത്രമല്ല അന്ന് ആ ചേർത്ത് പിടിച്ചതിൻ്റെ ആ ഒരു അത് ഒരു വിഷമം അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണം, ഇനിയും പരിക്കുകൾ പറ്റണ്ടല്ലോ, അങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേഗം ജിബ്രീൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പുതപ്പിനുള്ളിൽ പുതപ്പിട്ട് മൂടപ്പെട്ടത്, അവരോട് പുതപ്പിട്ട് മൂടിത്തരാൻ പറഞ്ഞത്. ആട്ടെ, അതൊക്കെ അതിൻ്റെ മറ്റൊരു വശങ്ങളാണ്. അതായത് പിന്നെ അന്ന് ആ ഒരു അണച്ചുകൂട്ടി പിടിക്കുക എന്ന് പറഞ്ഞതേ ശരിക്ക് എന്താണ് പറയുക, നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആ ഖുർആൻ സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തെ പാകപ്പെടുത്തുകയായിരുന്നു. വഹി കനമേറിയ സാധനമാണ് വഹി, അത് സ്വീകരിക്കാൻ അവിടുത്തെ പാകപ്പെടുത്തുകയാണ് ആ അണച്ചുകൂട്ടലൂടെ നടത്തിയത്. അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്നു, ചേർത്ത് പിടിച്ചിരുന്നു. അപ്പോൾ ആ ഒരു പിടുത്തത്തിൽ നിന്ന് ഇനിയും കൂടി ഇനി ആ പിടുത്തത്തിന് വയ്യ, അതല്ലെങ്കിൽ ആ പിടുത്തത്തിന് രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വേഗം അതായത് ഖദീജ ബിയുടെ അടുത്തേക്ക് ഓടിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു അവസരം അല്ലെങ്കിൽ ആ സന്ദർഭത്തെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. അപ്പോൾ ഏതായാലും ഈ സമയത്താണ് ഈ പരിശുദ്ധമായ സൂറ അവതരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ സൂറയുടെ ശ്രേഷ്ഠതകൾ? നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെയാണ് ഒന്നാമത്തെ ശ്രേഷ്ഠത. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സൂറത്ത് പരിപൂർണമായി അവതരിച്ചത് സൂറത്തുൽ മുദ്ദസിറാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. സൂറത്തുൽ അലഖിലെ കുറച്ച് ആയത്തുകളല്ല ആദ്യം വന്നത്. സൂറത്തുൽ മുദ്ദസിർ ഒന്നായിട്ട് അവതരിച്ചു എന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ സൂറത്തുൽ മുദ്ദസിർ ഒന്നായിട്ട് അവതരിച്ചു എന്ന ഒരു ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഒന്നായിട്ട് അവതരിച്ച, പൂർണ്ണമായും അവതരിച്ച സൂറ ഇതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പിന്നെ ഈ സൂറ മനഃപ്പാടമാക്കിയ ആളുകൾക്ക്, ഇത് പതിവായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പ്രത്യേക സ്ഥാനമുണ്ടാകും എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സൂറയുടെ അർത്ഥവും ആശയവും പഠിക്കാൻ വേണ്ടി പോവുകയാണ്. 56 ആയത്തുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ അത് ഒന്നായിട്ട് ഓതുന്നില്ല, അതിനൊരുപാട് സമയമെടുക്കും എന്നതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഓരോ ആയത്തും പഠിക്കുന്ന സമയത്ത് നമുക്കത് പാരായണം ചെയ്യാം. നമ്മൾ സാധാരണ വലിയ സൂറത്തുകൾ ചെയ്യുന്നത് പോലെ ആ ഓതി അതിൻ്റെ അർത്ഥം അങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് പഠിക്കുകയും ചെയ്യാം. വളരെ ഓതാനും ഒക്കെ നല്ല രസമുള്ള, നല്ല ആഗ്രഹത്തോടെ കേട്ടിരിക്കാൻ പറ്റുന്ന ശൈലിയിലുള്ള ചെറിയ ചെറിയ ആയത്തുകളുള്ള സൂറയാണിത്. പരിശുദ്ധ ഖുർആനിലെ അവസാന ഭാഗത്തുള്ള സൂറകളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ശൈലി നമ്മൾ ഇത്രയും പഠിച്ചതിൽ നമുക്ക് മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നാമത്തെ ആയത്ത് മുതൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു തആല സഹായിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.